ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അധികം സാധനങ്ങളൊന്നും ഇല്ലാതെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ. ചോറിന് കഴിക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഉണക്കമീൻ്റെ തല വെച്ചിട്ടാണ്. അപ്പോൾ ഉണക്കമീൻ്റെ തലയൊക്കെ എല്ലാവരും കളയാക്കാരം ചെയ്യുന്നുണ്ടാവും. അങ്ങനെ കളയേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ടൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് തലേൻ്റെ തലയാണ്. ഇനി നമുക്ക് തല ഇല്ലാതെ കഷ്ണങ്ങളും വേണമെങ്കിൽ ഇടുകയൊക്കെ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ തല വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ കാര്യമായിട്ട് നമ്മൾ ഈ തല വെച്ചിട്ടാണ് ചെയ്യുക. കഷ്ണമൊക്കെ നമ്മൾ പൊരിക്കുക കറിയല്ലേ ചെയ്യുക. അപ്പോൾ ഈ കറി ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിന് എളുപ്പമാണ്. തക്കാളി ഒന്നും ആവശ്യമില്ല. നമുക്ക് പുളിയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ പുളി കുറച്ച് നേരം വെള്ളത്തിലിട്ടേക്കുക. അപ്പോൾ ഇനി സമയമില്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ചൂടുള്ള വെള്ളത്തിൽ ഇട്ടച്ചാൽ മതി, പെട്ടെന്ന് അത് കുതിർന്ന് കിട്ടിക്കോളും. പിന്നെ ഇതിന് തല അല്ലാതെ ഞാൻ ഇതിൻ്റെ അടുത്ത് മാന്തളുണ്ടായിരുന്നു. അപ്പോൾ ആ ചെറിയ മാന്തൾ ഉണ്ടാവില്ല. അപ്പോൾ പൊരിച്ചാൽ ചിലപ്പോൾ അത്ര ഇതുണ്ടാവില്ല. അപ്പോൾ ഞാൻ ഈ കറിക്ക് ഇടാമെന്ന് കരുതിയിട്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ മീനിൻ്റെ ചെറിയ മാന്തളകളോ അല്ലെങ്കിൽ മാന്തളൊക്കെ ഒന്നായിട്ട് ഇട്ടിട്ടൊക്കെ പുളിഞ്ചാറ് വെക്കട്ടോ. നല്ല രസമാണ് ഇത് വെച്ചാൽ. അപ്പോൾ ഇതൊക്കെ ഞാൻ പൊരിക്കാനെടുക്കാമെന്ന് കരുതിയിട്ടാണ്. വെക്കുമ്പോൾ തന്നെ ഉണക്കമീനും കുറച്ച് നേരം ഒന്ന് വെള്ളത്തിലിട്ട് വെക്കണം കേട്ടോ. അതിൻ്റെ ആ തൊലിയൊക്കെ കളയാൻ നമുക്ക് എളുപ്പമുണ്ടാകും. അപ്പോൾ ഈ മാന്തളിൻ്റെയൊക്കെ പിന്നെ നമുക്കിതൊക്കെ ആവശ്യമുള്ളത് തേങ്ങയാണ്. അപ്പോൾ തേങ്ങ ഒരു മുറി ചിരകി എടുക്കണം. എന്നിട്ട് അതെന്ത് ചെയ്യാൻ നമ്മൾ കറി വെക്കണതിനനുസരിച്ചാട്ടോ, മീനൊക്കെ ഇടുന്നതിനനുസരിച്ച് പുളിയൊക്കെ അധികം ഇടണം കേട്ടോ. ഞാൻ പറയാൻ മറന്നു. പിന്നെ തേങ്ങ ഞാൻ ഒരു മുറി എടുത്തിട്ടുള്ളത്. പിന്നെ അതിക്ക് നമുക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കണം. ഒരു 2-3 പോണ ഇട്ട് കൊടുത്താൽ മതി. അതും കൂടിയും കൂട്ടി അരക്കുക. ജീരകം ഒന്നും കൂട്ടണ്ട, ഒരു ജീരകങ്ങളും കൂട്ടണ്ട, ചെറുതും വലുതൊന്നും കൂട്ടാതെ അങ്ങനെയാണ് അരച്ചെടുത്താൽ മതി. പിന്നെ നമ്മൾ ഈ തേങ്ങയൊക്കെ അരച്ച് റെഡിയാക്കുന്ന സമയം കൊണ്ട് തന്നെ നമ്മൾ പുളിയൊക്കെ വെള്ളത്തിൽ കുതിർന്ന് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്കത് പിഴിഞ്ഞൊഴിക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ പുളി വെള്ളത്തിലിട്ട് ഈ വെള്ളം പിന്നെ ഇതുപോലെ കുറച്ചും കൂടി വെള്ളം എടുത്തുകൊണ്ട് 2 വട്ടം പുളി പിഴിഞ്ഞിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി നമുക്ക് ഇതൊക്കെ എരിക്ക് വേണ്ടിയിട്ട് നമ്മൾ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ നമ്മൾ എരിക്കനുസരിച്ച് എല്ലാവരും ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇനി എരിയുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ 2-3 ഇട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ. പിന്നെ നമ്മളിത് മുളകും പൊടിയൊന്നും ഇട്ട് കൊടുക്കണില്ല. അപ്പോൾ പച്ചമുളക് അത്യാവശ്യം ഇട്ട് കൊടുക്കും വേണം. പിന്നെ നമ്മൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്താൽ ഇത് അടുപ്പത്ത് വെക്കാനായി. അപ്പോൾ ചെറിയൊരു സ്പൂണിൽ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ കറി വെക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ കളവൊക്കെ കൂട്ടിക്കൊണ്ട് കേട്ടോ. പുളിൻ്റെയും മുളകിൻ്റെയും മഞ്ഞൾപ്പൊടിൻ്റെയും ഒക്കെ കളവ് കൂട്ടിക്കൊണ്ട് ഈ വെള്ളം നല്ലോണം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്കിത് മീനിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മളെ വെള്ളമൊക്കെ നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊക്കെ മീനിട്ട് കൊടുക്കാം. അപ്പോൾ മീനിൻ്റെ തലയാണ് ഇപ്പോൾ ഞാൻ 3-4 തലയും പിന്നെ കുറച്ച് മാന്തളും ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു 4-5 മാന്തളും. അപ്പോൾ തല മാത്രം ഇട്ട് കൊടുത്താലും നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെറിയ മാന്തളം ഉണ്ടായപ്പോൾ അത് ഇട്ട് കൊടുത്തു എന്നുള്ളൂ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഈ മീനും തലയൊക്കെ ഒന്നും വെന്ത് വരുന്ന ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് വെക്കുക. എന്നിട്ട് പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങയല്ല അതൊക്കെ ഒഴിച്ച് കൊടുക്കുക. ഇത്ര ഉള്ളൂ പണി കേട്ടോ. കറി വെക്കാൻ വലിയ ഇതൊന്നും സമയമൊന്നും വേണ്ട, എളുപ്പപ്പണിയുള്ളതാണിത്. ഞാൻ ആ മിക്സി ഒന്ന് ചുറ്റിങ്ങാണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറി വല്ലാതെ അങ്ങോട്ട് നീട്ടി ഉണ്ടാക്കരുത്, ഒരു പാകത്തിന് കുറുക്കത്തിൽ ഉണ്ടാക്കുക. പറ്റ കുറുക്കും വേണ്ട. പിന്നെ ഈ കറി നമ്മൾ ഇപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ കൂട്ടാൻ. ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ നേരത്തെ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ നല്ല രസം ഉണ്ടാകും. പിന്നെ ഇനി ഇതൊക്കെ ലാസ്റ്റാണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണത്. അപ്പോൾ ഞാൻ ആദ്യം ഉപ്പിട്ട് കൊടുക്കാഞ്ഞത് നമ്മളെ മീൻ തന്നെ അത്യാവശ്യം ഉപ്പ് ഉണ്ടാകും ഉണക്ക മീനിൽ. അപ്പോൾ പിന്നെ ഇനി കറിയൊക്കെ നാമച്ച് നോക്കിങ്ങാണ്ട് നമുക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി അവസാനം നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് കടയിറക്കാം. അപ്പോൾ ഞാനിപ്പോൾ കടയിറക്കണുണ്ട് കേട്ടോ. അത് കടയിറത്തില്ലെങ്കിൽ നല്ല രസം ഉണ്ടാകും. കടയിറത്ത് നമുക്ക് വെളിച്ചെണ്ണയ്ക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. പിന്നെ ഞാൻ 2 ചെറിയ ഉള്ളി അരിഞ്ഞിരുന്നു, അതും പിന്നെ വേപ്പില ഇട്ട് കൊടുത്ത് മൂപ്പിച്ചിങ്ങാണ്ട് അയക്കൊഴിച്ചാൽ മതി. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അങ്ങനെയും കൂട്ടാനും നല്ല രസം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടത്. അപ്പോൾ ചിലവരൊക്കെ ഉണ്ടാക്കുന്നുണ്ടാവും, നമ്മളവിടെ ഇത് ഉണ്ടാക്കുന്നുണ്ട്. നമ്മളത് പുളിഞ്ചാറ് നട്ടതിന് പറയാം, ഉണക്കമീനായിട്ട് പുളിഞ്ചാറൊക്കെ എന്നാണ് പറയുക. അപ്പോൾ ഇത് നല്ല രസമുള്ള ഒരു കറി കേട്ടോ. അപ്പോൾ ഉണ്ടാക്കി നോക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടത്. മീനിൻ്റെ തല വെറുതെ കളയല്ലേ കറി. അപ്പോൾ അത് വെച്ചിട്ടൊന്ന് ഉണ്ടാക്കുക. പിന്നെ ഉണക്കമീനൊക്കെ ഇഷ്ടമാണോലിക്കുള്ളൂ ഇതൊക്കെ ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ ഇനി ഇതുവരെ ആരും ഇങ്ങനെ പുളിഞ്ചാറൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. അപ്പോൾ ഞങ്ങൾക്കിപ്പോൾ 2 കൊല്ലത്തിന് ശേഷം കേട്ടോ ഉണക്കമീനൊക്കെ ഒന്ന് കിട്ടിയങ്ങാണ്ട് ഞങ്ങൾ ഉണക്കമീൻ പുളിഞ്ചാറും
അതുപോലെ പൊരിച്ചൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മീനിൻ്റെ കഷ്ണം തന്നെ ഇഷ്ടം പോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് തന്നെ ഇട്ട് വെക്കുകയൊക്കെ ചെയ്യട്ടെ. കറി തല തന്നെ വേണമെന്നൊന്നുമില്ല, തല ഇട്ടിട്ട് നമ്മൾ വെക്കുക. കാരണം കഷ്ണമൊക്കെ നമ്മൾ പൊരിച്ചെടുക്കുമല്ലോ. അപ്പോൾ ഞങ്ങൾ തളേനെ പൊരിച്ചും ചെയ്തിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ കറിയും വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ശനിയാഴ്ച ഞങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നുണ്ട്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. കറി ഉണ്ടാക്കിയിട്ടൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്.